ഒരു ചെറിയ പൂന്തോട്ടം കൂടി ഉണ്ടാക്കണം, അശ്വിൻ പറഞ്ഞു. പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീടിൻ്റെ ടെറസിലായിരുന്നു അവനും ഹിമയും. ഫ്രീ ടൈമിൽ അമ്മയും കൊണ്ട് അവിടെ ചെന്നിരിക്കാലോ. അവൾ പുഞ്ചിരിച്ചു. ഹിമയ്ക്ക് വീട് ഇഷ്ടപ്പെട്ടോ? ഉവ്, നന്നായിട്ടുണ്ട്. ആരുടെയാ പ്ലാന്? ആശയം എൻ്റെ, വരച്ച ജയേട്ടൻ, മാമൻ്റെ മോനാ. പുള്ളി ആർക്കിടെക്റ്റാ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ വലുതുമല്ല, തീരെ ചെറുതുമല്ല, പോരായിട്ട് നല്ല സ്ഥലവും. അതാ മാമൻ്റെ വീട്. അവൻ മതിലിനപ്പുറത്തേക്ക് അയച്ചുകൊണ്ടി. അമ്മയുടെ തറവാടാ. ഭാഗം വെച്ചപ്പോൾ അത് മാമന് കിട്ടി. ഈ സ്ഥലം ഞങ്ങൾക്കും. ഇത് വിൽക്കാൻ മാമൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ വീടെടുത്തു. കുറേ കടമുണ്ട്, എന്നാലും സാരമില്ല. ആഹാ, രണ്ടാളും ഇവിടെ നിൽക്കുവാണോ? ജേർഷൻ അവരുടെ അരികിലെത്തി. ഒരു ബൈക്ക് ഇങ്ങോട്ട് കയറുന്ന ശബ്ദം കേട്ടെന്ന് അമ്മ പറഞ്ഞേ. എനിക്ക് തോന്നി നീ ആയിരിക്കുന്നു. അന്നടാ വീട്ടിൽ വരാഞ്ഞ്. ആദ്യം ഇവിടെ ഇവിടേക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി. അതെന്തായാലും നന്നായി. ഇവിടെ തന്നെയാ ആദ്യം കയറേണ്ടത്. ജേർഷൻ ഉദ്ദേശിച്ചെന്താണെന്ന് ഹിമക്ക് മനസ്സിലായില്ല. അശ്വിൻ അവനോട് അടുത്തുനിന്ന് കണ്ണു കാണിച്ചു. ഹിമ, ഇതാണ് ജയേട്ടൻ, എൻ്റെ കസിൻ. അറിയാം, കണ്ടിട്ടുണ്ട്. അവൾ ചിരിച്ചു. എവിടെ? അച്ചുവിൻ്റെ ഫോണിൽ സ്ക്രീൻ സേവർ, അമ്മയുടെ കൂടെ. അത് പഴയ ഫോട്ടോ അല്ലേ? ഞാനിപ്പോൾ ഒരുപാട് മാറി. എന്തായാലും തിരിച്ചറിഞ്ഞതിന് നന്ദി. ഇവൻ എപ്പോഴും ഹിമയെക്കുറിച്ച് പറയാനുണ്ട്. സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വാ, ഊണഴിച്ചിട്ട് പോവും. അയ്യോ വേണ്ട, ഞാനിപ്പോൾ ഇറങ്ങും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അച്ചു, മുങ്ങാൻ വിട്ടേക്കല്ലേ? ഇല്ല ചേട്ടാ, വരും. എന്നാ നടക്കട്ടെ. ജേർഷൻ താഴേക്ക് ഇറങ്ങിപ്പോയി. പ്രായം കൊണ്ട് ചേട്ടനാണെങ്കിലും ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, കുട്ടിക്കാലം മുതൽ. അമ്മക്കും ജയേട്ടനും ഒത്തിരി ഇഷ്ടമാണ്. പുള്ളി മാരീഡാണോ? മറ്റുള്ളവരുടെ മുമ്പിലല്ല, പക്ഷേ ജയേട്ടൻ്റെ മനസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. അതെന്താ അങ്ങനെ? ഹിമ അമ്പരന്നു. ഒരു പെൺകുട്ടി ഏട്ടന് ഇഷ്ടമായിരുന്നു. ഏട്ടൻ്റെ കൂടെ പഠിച്ച വെച്ചാ നല്ലൊരു ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ തുറന്നു പറയാൻ മടി. കുറേ കാലം വൺ സൈഡ് പ്രണയം കൊണ്ടു നടന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തും പങ്കുവെക്കാൻ സ്വാതന്ത്ര്യമുള്ള കൂട്ടുകാരനല്ലേ. ധൈര്യമായിട്ട് പ്രപ്പോസ് ചെയ്യാൻ മാമനും മാമിയൊക്കെ ഒത്തിരി നിർബന്ധിച്ചു. ഏട്ടന് ആ സൗഹൃദം നഷ്ടപ്പെടുമെന്ന പേടിയായിരുന്നു. ഒടുവിൽ ഞങ്ങളുടെ ശല്യം കാരണം ഏട്ടൻ സമ്മതിച്ചു. അവരോട് പറയുകയും ചെയ്തു. ആദ്യം അവർക്ക് ഉൾക്കൊള്ളാനായില്ല. ഏട്ടൻ അങ്ങനെ അവർ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഏട്ടനില്ലാതെ അവർക്കും പറ്റില്ല. ഒടുക്ക രണ്ടാളും സെറ്റായി. വീട്ടുകാർക്ക് എതിർപ്പുണ്ടായില്ല. ഏട്ടൻ അവർക്കൊക്കെ അറിയാം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കല്യാണം നിശ്ചയിച്ചു. പക്ഷേ വിധി അതിനെ സമ്മതിച്ചില്ല. കല്യാണത്തിന് 2 ദിവസം മുമ്പ് അവർ മരിച്ചുപോയി. എങ്ങനെ? അവൾ ഞെട്ടലോട് അശ്വിനെ നോക്കി. ഷോക്കേറ്റതാ. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ആൾ മരിച്ചു. കുറേ കാലം ചേട്ടൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവൾ നഷ്ടമായത് ഏട്ടന് താങ്ങാനായില്ല. ഭ്രാന്ത് പിടിച്ച പോലെയായി. കുറേ കൗൺസിലിംഗ് കൊടുത്തു. പക്ഷേ ഇന്നും ആ ചേച്ചി കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് ഏട്ടൻ ജീവിക്കുന്നത്. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയും. ആദ്യം മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചു കാലെങ്കിലും പ്രണയിച്ച് നടക്കായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. ഹിമ പകപ്പോടെ കേട്ടു നിൽക്കുകയാണ്. തങ്ങളോട് സംസാരിച്ചിറങ്ങിയപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ വേദന ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വേറെ വിവാഹം കഴിക്കാൻ ഞങ്ങൾക്ക് കുറേ നിർബന്ധിച്ച് നോക്കി. ഫലം ഉണ്ടായില്ല. ഇനി എന്ന് ഏട്ടന് തോന്നുന്നു അന്ന് മതി മാമൻ്റെ തീരുമാനം. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അത് എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കണമെന്ന് ഏട്ടൻ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. അവിടെ വീശിയെത്തിയ തണുത്ത കാറ്റിൽ ഹിമയുടെ മുഖത്തേക്ക് വീണ മുടിയിഴകൾ അവളെ കൂടുതൽ സുന്ദരിയാക്കിയതുപോലെ അശ്വിന് തോന്നി. അവളുടെ അരികിൽ നിൽക്കുമ്പോൾ വശ്യമായൊരു സുഗന്ധം. കറുത്ത കുപ്പിവളകൾ അണിഞ്ഞ ആ കൈ പിടിച്ച് വിരലുകളിൽ ചുംബിക്കാനുള്ള തുടിക്കുന്നു. ഹിമ, അവൻ പതിയെ വിളിച്ചു. അവളവനെ നോക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. തൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷിച്ചതാണെങ്കിലും ഹിമയുടെ മുഖം ചുവന്നു, ദേഹം വിറച്ച്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നീണ്ട ഡയലോഗ് അടിച്ച് പ്രപ്പോസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. തൻ്റെ കൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും കറങ്ങി നടക്കണമെന്നൊരാഗ്രഹമില്ല. താൻ ആരാണ് എന്താണെന്നൊക്കെ എനിക്കറിയാം. വിവാഹ ജീവിതത്തെക്കുറിച്ച് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ തോന്നുന്നു തന്നെ സ്വന്തമാക്കിയ ലൈഫിൽ ഒത്തിരി സന്തോഷിക്കുന്നു. അശ്വിൻ നിർത്തി. ഹിമ ഷാളിൻ്റെ തുമ്പിൽ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. എന്നെക്കുറിച്ച് തനിക്കും അറിയാലോ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അമ്മ മാത്രമേ കൂടെയുള്ളൂ. പിന്നെ ബന്ധുക്കളായി മാമനും മാമിയും ജയേട്ടനും. തൻ്റെ വാക്കുകളിലൂടെ ഞാൻ പരിചയപ്പെട്ട ആ ചേച്ചിയും അച്ഛനെയും എനിക്ക് വേണം. അവളൊന്നും മിണ്ടിയില്ല. വെറുമൊരു ആകർഷണമല്ല ഹിമ. തൻ്റെ സ്വപ്നങ്ങളെ അടക്കം ഞാൻ പ്രണയിക്കുന്നു. താൻ ആഗ്രഹിച്ച പോലെ ആദ്യം ഒരു ജോലി, പിന്നെ ചേച്ചിയുടെ വിവാഹം. അത് കഴിഞ്ഞ ശേഷം മതി. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അവളുടെ നീണ്ട മൗനം അശ്വിനെ അസ്വസ്ഥനാക്കി. താനൊന്നും പറഞ്ഞില്ല. അച്ചു, എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല. പഠിക്കുന്ന കാലത്ത് ഇപ്പോഴും ചിലരൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ അവഗണിക്കുകയായിരുന്നു. കാരണം പ്രണയം വിവാഹം എൻ്റെ മനസ്സിലില്ല. മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മറന്നു കഴിഞ്ഞ ഒരച്ഛൻ, അദ്ദേഹത്തിനും അനിയത്തിക്കും വേണ്ടി പഠിത്തവും നല്ല ഭാവിയും വലിച്ചെറിഞ്ഞ ചേച്ചി, അവരെ എൻ്റെ ലോകം.
അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ അവൻ ആകാംക്ഷയോടെ അവളെ നോക്കി. അച്ചുവിനെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. അത് പ്രണയാണോന്ന് എനിക്കറിയില്ല. തൻ്റെ കൂടെ ഒരു കംഫർട്ട്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തന്നോട് സംസാരിക്കുമ്പോൾ മനസ്സോർന്ന് ചിരിക്കാനും സന്തോഷിക്കാനും പറ്റുന്നുണ്ട്. അച്ഛനും ചേച്ചിക്കും ശേഷം ഇന്നും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ താനാണ്. എന്ന് വെച്ച് എനിക്ക് വേണ്ടി തൻ്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ഒരിക്കലും പറയില്ല. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ചുവിൻ്റെ വിവാഹം. എനിക്ക് വേണ്ടി കാത്തിരുന്ന് ആ പാവത്തിനെ വിഷമിപ്പിക്കണം. എടോ, തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ് എൻ്റെ അമ്മയോടാ. എന്നിട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അമ്മയാ പറഞ്ഞു തൻ്റെ ആഗ്രഹങ്ങൾ നടക്കും വരെ കാത്തിരിക്കാൻ. വേറെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്? ജയേട്ടനോട്. താനാൾ കൊള്ളാലോ, അതാ ഏട്ട അർത്ഥം വെച്ച് സംസാരിച്ച്. അപ്പൊ വീട് കാണിക്കാനല്ല, എന്നോട് ഇത് പറയാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അല്ലേ? അശ്വിൻ കണ്ണിറുക്കി ചിരിച്ചു. രണ്ടും. എന്നാ പോവാം. ഹിമ, താൻ വ്യക്തിയായിട്ടുള്ള ഒരു മറുപടി ഒന്നില്ല. ഇനി എന്ത് മറുപടി തരാനാ ഞാൻ? അവളൊരു നേർത്ത മന്ദഹാസത്തോടെ അവനെ നോക്കി. തനിക്ക് ഓക്കെ ആണോ? റിയലി? അതെ. ഹൃദയത്തിൽ നിന്നായിരുന്നു ആ വാക്ക്. അശ്വിൻ കുറച്ച് മുന്നോട്ട് നീങ്ങി നിന്ന് അവളുടെ വലത് കൈ പിടിച്ചു. അവൾ എതിർത്തില്ല. അവൻ ആ പുറം കൈയിൽ മൃദുവായി തലോടി. പിന്നെ വിരലുകളിൽ അധരങ്ങൾ അമർത്തി. തന്നിലേക്ക് മഞ്ഞുമഴ പെയ്തിറങ്ങുന്ന പോലെ ഹിമക്ക് അനുഭവപ്പെട്ടു. മതിയടോ, ഇനി ഞാനോട് തൻ്റെ കൂടും. ആദ്യം ജോലി, വരദ ചേച്ചിക്ക് നല്ലൊരു ബന്ധം. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് തൻ്റെ അച്ഛനോട് പെണ്ണിയോദിക്കും. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ നിരാഹാരിയിരിക്കും. അവൾക്ക് ചിരി പൊട്ടി. എപ്പോൾ മുതലാ അച്ഛൻ ഈ പ്രേമത്തിൻ്റെ അസുഖം തുടങ്ങിയത്? ഇതേ ചോദ്യം ജേട്ടനും ചോദിച്ചിട്ടുണ്ട്. ആദ്യം കണ്ട നിമിഷം. അതൊരു ആക്സിഡൻറ്റ്, പിന്നെ വഴക്കുമായിരുന്നില്ലേ? അതെ. പക്ഷേ മുറിവ് പറ്റിയ കാലം പിടിച്ച് താൻ ആൾക്കൂട്ടത്തിൽ പരിഭ്രമത്തോടെ ഇരിക്കുന്നുണ്ട മുതൽ എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ. ഒരുപാട് സൗന്ദര്യമുള്ള മുഖങ്ങൾ ഞാൻ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. പക്ഷേ തൻ്റെ മുഖം പതിഞ്ഞത് എൻ്റെ മനസ്സിലാണ്. അവൾ കൗതുകത്തോടെ അവനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി താൻ ദിവ്യയുടെ കൂടെ പോയ ശേഷം ഒരുപാട് മിസ് ചെയ്തു. അതാ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. മാമൻ വേറെ പെണ്ണ് കാണാൻ പറഞ്ഞിട്ട് പോവാതിരുന്നത് താൻ കാരണം. എന്നും കാലത്ത് എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് തൻ്റെ മെസ്സേജ് ഉണ്ടോ എന്നാ. എനിക്കെന്താ ഇത്ര പ്രത്യേകത? ഞാനൊരു സാധാരണ പെണ്ണല്ലേ? ആയിരിക്കാം. പക്ഷെ എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ തനിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അച്ഛനെയും ചേച്ചിയും ഒക്കെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന താൻ എന്നെ എൻ്റെ അമ്മയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. അത് മതി. മൊബൈൽ വൈബ്രേറ്റ് ചെയ്തപ്പോൾ അവനത് എടുത്തു നോക്കി. ഇതേ ചേട്ടൻ വിളിക്കുന്നു, ഊണ് റെഡിയുണ്ടോ? വാ പോവാം. രണ്ടുപേരും താഴേക്ക് നടന്നു. എന്തൊക്കെയായിരുന്നു? എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഫോണിൻ്റെ അങ്ങേ തലക്കൽ ദിവ്യ പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. അശ്വിനെ കണ്ട് തിരിച്ചെത്തിയ ശേഷം രാത്രി അവളോട് കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് വീടിൻ്റെ മതിലിനടുത്തൂടെ നടക്കുകയാണ് ഹിമ. എന്നിട്ട് അതിനുശേഷം എന്താ പൈസ? വേറൊന്നുമില്ല, അവൻ്റെ മാമൻ്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചു. അവരൊക്കെ നല്ല പെരുമാറ്റാടി. കുറേ നേരം സംസാരിച്ചു. പിന്നെ അവനെന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. ഞാൻ തിരിച്ചു വന്നു, അത്ര തന്നെ. ആ മറുവ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് നീ താല്പര്യമില്ല എന്ന് പറഞ്ഞു. നല്ല ഓഫറായിരുന്നല്ലോ. അച്ചു എനിക്കൊരു വിസയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ടല്ലോ. അത് ഏകദേശം ഓക്കെ ആയ മട്ട. ഇനി അത് ഒഴിവാക്കി ഇതിന് പോയാൽ അവന് വിഷമാവും. അയ്യടാ, വിളിക്കുന്ന കേട്ടില്ലേ അച്ചു? നീ വന്ന് എന്നെക്കാൾ മോശമായാലോടി. ഒന്ന് പോയി. നീ ഇനി എന്നാ ഇങ്ങോട്ട്? നാളെ ഇവിടെ ഇറങ്ങും. ഓക്കെ, ഞാൻ വെക്കുവാണേ. വരദ വിളിക്കുന്ന കേട്ടപ്പോൾ കോള് കട്ട് ചെയ്ത് ഹിമ മുറ്റത്തേക്ക് നടന്നു. നീ എന്തിനാ ഇരുട്ടത്ത് പോയി നിൽക്കുന്നേ? വല്ല പാമ്പും കാണും. ദിവ്യ ഫോൺ വിളിച്ച് അയച്ചി. അതിന് ഇവിടെ നിന്ന് സംസാരിച്ചൂടെ? ഞാൻ കേൾക്കാൻ പാടാത്ത വല്ലതും ആണോ? ഇപ്പം എന്താ പുതിയ പതിവുകൾ? വന്നപ്പോൾ തൊട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് നിനക്കൊരു മാറ്റം. ഹിമയുടെ മുഖം വിളറി. എനിക്കെന്ത് മാറ്റം? എനിക്കറിയില്ല, നീയല്ലേ പറയണ്ട്. ചേച്ചിക്ക് വട്ടം. അച്ഛനെവിടെ? കുളിക്കുവാ. വരദ തൻ്റെ ഏതാനും കറൻസി നോട്ടുകൾ അവിടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. ഇതെന്തിനാ? ഇരിക്കട്ടെ, നിനക്ക് സാലറി വരാറായില്ലല്ലോ, ചെലവിന് വേണ്ടേ? അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ചേച്ചി. സാറിലെ പൊന്നു വെച്ചോ, എൻ്റെ ഒരു സന്തോഷത്തിന്. അത്താഴം കഴിക്കാം, വാ. അവളുടെ കവിളിലൊന്ന് തഴുകി വരദ അടുക്കളയിലേക്ക് നടന്നു. ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞു. പുലർച്ചെ എഴുന്നേറ്റ് വീട്ടുജോലികൾ തീർത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ഓടുന്ന ചേച്ചി. തിരക്ക് പിടിച്ച ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും. മിച്ചമുള്ള ജോലി തീർത്ത് വൈകി കിടക്കും. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അനിയത്തിക്ക് വേണ്ടി എല്ലാ മാസവും എന്തെങ്കിലും നീക്കി വെക്കും. വേണ്ട എന്ന് പറഞ്ഞാലും അവൾ കേൾക്കില്ല. ഹിമ ആ നോട്ടുകളിൽ ഉമ്മ വെച്ചു. ചേച്ചിയുടെ വിയർപ്പിൻ്റെ പ്രതിഫലം ഒരമ്മയുടെ സ്നേഹത്തോടെ കരുതലോടെ സമ്മാനിച്ചതാണ്. പകരം താൻ നൽകുന്നതോ? ഈ വീട്ടിൽ ആർക്കും രഹസ്യങ്ങളില്ലായിരുന്നു. അശ്വിൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെ. ആ ആക്സിഡൻറ്റ് മുതലുള്ള പലതും താൻ മറച്ചു വെച്ചു. ഇന്ന് അശ്വിൻ്റെ കൂടെ പോയതുൾപ്പെടെ.
ഹിമയ്ക്ക് ഹൃദയത്തിലൊരു വേദന അനുഭവപ്പെട്ടു. എല്ലാം ചേച്ചിയോട് തുറന്നു പറഞ്ഞാലോ എന്ന് അവൾ സ്വയം ചോദിച്ചു. അല്ലെങ്കിൽ വേണ്ട, വഴക്ക് പറയുന്ന പേടിയുണ്ടല്ലേ. തനിക്കൊരാൾ ഇഷ്ടമാണെന്നറിഞ്ഞാൽ ആ വിവാഹം നടത്താൻ ചേച്ചി മുൻകൈയെടുക്കും. അതോടെ ചിലപ്പോൾ ഗൾഫിൽ പോകുന്ന നേടും. ചേച്ചിക്കൊരു നല്ല ബന്ധം എന്ന സ്വപ്നം നഷ്ടമാകും. അങ്ങനെ സംഭവിക്കരുത്. തൽക്കാലം ആരും ഒന്നും അറിയണ്ട, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പ്രണയത്തിൻ്റെ മനോഹരമായ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. പരസ്പരം സംസാരിക്കാതിരിക്കാൻ വയ്യാത്ത അവസ്ഥ. അശ്വിനി ഇടയ്ക്കിടെ അവളെ കാണാൻ പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് പോകും. അതിന് വിട്ടൊരു നോട്ടമോ വാക്കോ പോലും ഇല്ലാത്ത സ്നേഹം. അവൻ്റെ അമ്മയുടെയും വീടുപണിയുടെയും ജോലിയുടെയും വിശേഷങ്ങൾ എന്നും അവൾ അറിയിക്കും. അവൾ തിരിച്ചു. ഭാവിയെക്കുറിച്ചുള്ള കിനാവുകൾ പങ്കുവെച്ച് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു ദിവസം കോഴിക്കോട് തൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു അശ്വിൻ. ഫോൺ ശബ്ദിച്ചപ്പോൾ അവൻ ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഇറങ്ങി ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. അവൻ്റെ കൂട്ടുകാരൻ ഷുഹൈബായിരുന്നു. റോഡിലെ വാഹനങ്ങളുടെ ബഹളത്തിൽ ഒന്നും കേൾക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് അവൻ പിന്നിലേക്ക് നടന്നു. സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഇടതുവശത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി നിന്നുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. പറയടാ അച്ചു, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? എടാ, ആ ഏജൻസി പോലീസ് അടപ്പിച്ചു. അവന്മാരുടെ റിക്രൂട്ട്മെൻറ്റ് ഫുൾ ഉടായിപ്പാണ് പോലും. അയ്യോ! അശ്വിൻ നെഞ്ചത്ത് കൈവച്ചു. ഹിമക്കൊരു ജോലി കണ്ടെത്താൻ അവനെ ഏൽപ്പിച്ച അടുത്ത കൂട്ടുകാരനായ ഷുഹൈബാണ്. കുവൈറ്റിലൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ഷുഹൈബ്. അവിടെ തന്നെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഏജൻസിയിൽ നിന്ന് ഒരു വിസ സംഘടിപ്പിക്കാമെന്നും ഷുഹൈബ് ഏറ്റിരുന്നു. അതാണ് പോലീസ് പൂട്ടിച്ച്. നീ എരടാ പുല പറഞ്ഞു ജെനുവിനാണെന്ന്. കേരളത്തിൽ നല്ല ഏജൻസികൾ ഇല്ലായിട്ടല്ല, ഡയറക്റ്റാണ് ഈ സർവീസ് ചാർജ് കുറയില്ലെന്ന് കരുതി 5 മാസമായി വിസ ഇന്ന് വരും നാളെ വരുന്ന പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. അവന് ദേഷ്യം അടക്കാനായില്ല. അച്ചു, നീ പറഞ്ഞ് ശരിയാടാ, പക്ഷെ എന്ത് ചെയ്യാനാടാ? ഇതിനു മുമ്പ് അവർ വഴി ഞാൻ 3-4 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. നീ വിഷമിക്കല്ലേ, നമുക്ക് വേറെ നോക്കാം. ഷുഹൈബ്, നീ ഫോൺ വെച്ച്, ഞാൻ പിന്നെ വിളിക്കാം. അശ്വിൻ അരിശത്തോടെ നിലത്ത് ആഞ്ഞു ചവിട്ടി. ഹിമയോടെ എന്തു പറയുന്ന അറിയില്ല. വേറെ അവസരങ്ങൾ കിട്ടിയിട്ടും തന്നെ വിശ്വസിച്ചാണ് അവളതൊക്കെ ഉപേക്ഷിച്ചത്. പെട്ടെന്നൊരു വിസ കണ്ടെത്താനും പ്രയാസമാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കവേ ജേർഷൻ്റെ കോൾ വന്നു. നീ എവിടെയാ അച്ചു? ഒരു ഷൂട്ടുണ്ട്, അതിന് പോകാനിറങ്ങിയ ചേട്ടാ. അവർ പണി കിട്ടി. എന്താടാ? അവൻ ജേർഷനോട് കാര്യങ്ങൾ വിവരിച്ചു. അത് കഷ്ടമായല്ലോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? എനിക്കറിയില്ല ഏട്ടാ, അവളോട് എങ്ങനെ ഞാൻ ഇത് അവതരിപ്പിക്കും? അത്യാവശ്യം പക്വതയ്ക്ക് ആ പെൺകുട്ടിക്കുണ്ട്. അവൾക്ക് മനസ്സിലാവും നിന്റെ തെറ്റൊന്നല്ലല്ലോ. അവനെന്ന് മൂളി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാച്ചു. എന്താ ഏട്ടാ? നിനക്കൊരു ചെറിയ സന്തോഷമല്ലേ അവൾക്ക് വിസ ശരിയാവാത്തില്ല? ഒന്ന് പോയേട്ടാ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ നീ ഇവിടെ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞില്ലേ അവളെ വിടാൻ തോന്നുന്നില്ല, എങ്ങനെയെങ്കിലും ഗൾഫ് എന്ന ആഗ്രഹം അവളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതായെങ്കിലെന്നാ പ്രാർത്ഥന എന്ന്. അത് അശ്വിൻ പരിങ്ങി. അങ്ങനെ ചോദിച്ചതിൽ കുറച്ച് സത്യമുണ്ട് ചേട്ടാ. അവൾ പോയിക്കോട്ടെ എന്നായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഇപ്പം എനിക്ക് തീരെ പറ്റുന്നില്ല. 2 വർഷമൊക്കെ ഞാനിങ്ങനെ കാണാണ്ടിരിക്കും. പക്ഷേ പോവേണ്ടെന്ന് പറയാനും കഴിയില്ല. തൻ്റെ സ്വപ്നങ്ങൾ എന്നെയും കൂടിയാണെന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അവസാനം വാക്ക് മാറ്റിയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇനി എന്താ നിൻ്റെ പ്ലാന്? അവൾ കണ്ട് കാര്യം പറയാം. കുറച്ച് സങ്കടപ്പെടുമായിരിക്കും, പക്ഷേ എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റാൻ ശ്രമിക്കണം. ചേച്ചിയുടെ കല്യാണമാണ് പ്രശ്നമെങ്കിൽ ഞാനും കൂടെ ഉണ്ടല്ലോ. അവരെന്നെയും ചേച്ചിയല്ലേ. നല്ലൊരു ചെറുക്കനെ കണ്ടെത്തിയാൽ ഞാൻ സൂപ്പറായിട്ട് നടത്തും. അതിനവൾ സമ്മതിക്കുമോ? അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്. ഈ വിസ കിട്ടില്ലെന്ന കാര്യം ഹിമയോട് പറയില്ല. ഇത്രയും നാൾ നിന്ന പോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീട്ടും. അതിനിടയിൽ നല്ലൊരു ആലോചന അവളുടെ ചേച്ചി കൊണ്ട് കൊടുക്കും. അത് പെട്ടെന്ന് തന്നെ നടത്തുകയും ചെയ്യും. ഞാൻ സഹായിച്ചാൽ പോരെ. കടം വാങ്ങിയിട്ടാണെങ്കിലും അത് നടത്താം. ആ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഗൾഫിൽ എന്തിനാ പോകുന്നത്? ഇവിടെ തന്നെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ കിട്ടുമോ നോക്കും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാര്യം നാക്ക് വളക്കാൻ ഫോൺ വെച്ചേട്ടാ. മൊബൈൽ പോക്കറ്റിലെടുത്ത് തിരിഞ്ഞ് അശ്വിൻ ഞെട്ടിയുറച്ചു. ഹിമ, അവളുടെ പുറകിൽ ദിവ്യ. സ്വപ്നം കാണുകയാണോ എന്ന് അവന് സംശയം തോന്നി. താനെങ്ങനെ ഇവിടെ? ജ്വലിക്കുന്ന കണ്ണുകൾ ഹിമ അവനെ നോക്കി, പിന്നെ പുച്ഛത്തോടെ ചിരിച്ചു. ഇന്നലെ ദിവ്യയുടെ വീട്ടിലായിരുന്നു. ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്ന, പക്ഷേ സർപ്രൈസ് കിട്ടിയത് എനിക്കായി പോയിന്ന് മാത്രം. താൻ ഫോണിൽ പറഞ്ഞെല്ലാം അവൾ കേട്ടെന്ന് അശ്വിന് മനസ്സിലായി. ഇതായിരുന്നു മനസ്സിലിപ്പല്ലേ? ഇത് ഉള്ളിൽ വെച്ചിട്ടാ എനിക്ക് വേണ്ടി ജോലി തരാൻ കഷ്ടപ്പെടുന്ന പോലെ അഭിനയിച്ചല്ലേ? അവളുടെ സ്വരം കടുത്തതായിരുന്നു. എന്നെക്കുറിച്ച് എല്ലാം അറിയുന്നവനല്ലേ, എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം കൂടുതൽക്കാന്ന് വാക്കുന്നവനല്ലേ. എന്നിട്ടും ഹിമ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, അവൾ കൈയുയർത്തി തടഞ്ഞു. വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് കിട്ടുമായിരുന്നു നല്ല ചാൻസുകൾ വേണ്ടെന്ന് വെച്ച് ഇയാളെ വിശ്വസിച്ച എനിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസം. പക്ഷേ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നല്ലേ. ഹിമയുടെ കണ്ടമിടറി. എൻ്റെ ചേച്ചിക്ക് വയസ്സ് കൂടി വരിക, ഒരുപാട് അസുഖങ്ങൾ അലട്ടുന്നൊരു അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ചേച്ചിയുടെ വിവാഹം. ആലോചനകൾ വരാഞ്ഞിട്ടല്ല, പെട്ടെന്നൊരു വിവാഹം നടത്താനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. എന്നെ വിദേശത്തേക്ക് വിടാൻ തീരെ ഇഷ്ടമായിട്ടും അച്ഛൻ തടയാത്ത നിവൃത്തികേടുണ്ടാകും. അതൊന്നും ഇയാളെപ്പോലെ
അതൊന്നും ഇയാളെപ്പോലെ അത്യാവശ്യം നല്ല കാശുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് മനസ്സിലാവില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗൾഫിൽ പണം കായ്ക്കുന്ന മരുന്നില്ല എന്ന് എനിക്കറിയാം. 10 രൂപയെങ്കിലും അധികം കിട്ടിയാൽ അത് വളരെ വലുതായിരിക്കും. കേരളത്തിലെ ഒരു സാധാരണ ഹോസ്പിറ്റൽ ഒരു നേഴ്സിന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം. പണ്ടൊരിക്കൽ ഇയാൾ പറഞ്ഞല്ലോ, ഒത്തിരി ഇഷ്ടമുള്ള ബഹുമാനിക്കുന്ന പ്രൊഫഷനാണിതെന്ന്. ഭൂമിയിലെ മാലാഖമാരാ ഞങ്ങളതൊക്കെ പുകഴ്ത്തിയിരുന്നല്ലോ. വീട്ടിൽ ചെലവും മറ്റു ബാധ്യതകളുമെല്ലാം കഴിയുമ്പോൾ ഒരു മാലാഖക്ക് ബാക്കിയാവുന്ന ഒരു മാസം 500-1000 രൂപയാണ്. എൻ്റെ ചേച്ചിക്ക് ഒരു സ്വർണത്തിൻ്റെ കമ്മൽ വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇന്നുവരെ നടന്നിട്ടില്ല. ഈ അവസ്ഥയിൽ കഴിയുന്ന ഞാൻ കുറച്ചുകൂടി നല്ല ശമ്പള ജോലി കിട്ടണമെന്ന് കൊതിച്ച് അതിന് സഹായിക്കാമെന്ന് സ്നേഹിക്കുന്ന പുരുഷനെ വിശ്വസിച്ചു. പക്ഷെ അവരൊരു സ്വാർത്ഥനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ദൈവ എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ച്. അല്ലെങ്കിൽ ഇയാൾ ഇനി എന്നെ ചതിച്ചേനെ. ഞാൻ എന്ത് ചതിച്ചെന്ന ഹിമ താനീ പറയുന്നത്? മിണ്ടിപ്പോരുത്, അവൾ ചീറി. എനിക്ക് മറ്റൊന്നും പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ചേച്ചി ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിലേൽപ്പിച്ച് എന്നെ ഇവിടെ പിടിച്ചെടുത്താൽ നീ ഒരു പ്ലാനറ്റില്ലേ, അത് ഞാൻ ക്ഷമിക്കില്ല. അങ്ങനെ വല്ലവനെ വീട്ടിൽ വലിച്ചെറിയാനുള്ള പെണ്ണിനെ നിന്റെ കുടുംബത്തിൽ നോക്കിയാൽ മതി. എൻ്റെ ചേച്ചി അതിന് കിട്ടില്ല. അവളുടെ ഭാവം മാറുന്നു, വാക്കുകൾ പരുഷമാകുന്നത് ശ്രദ്ധിച്ചോട് ദിവ്യ മുന്നോട്ട് വന്നു. മതി, വഴി പോവാം. ഹിമ അവളെ തട്ടിമാറ്റി. ഒരാളെക്കുറിച്ച് എല്ലാം അറിഞ്ഞ് സ്നേഹവും അനുകമ്പയും നടിച്ച് സ്വന്തം നേട്ടം മാത്രം വലുതെന്ന് കരുതുന്ന നിന്റെ പോലെ ഒരു ക്രൂരൻ ഈ ലോകത്ത് ഉണ്ടാവില്ല. ഹിമ സ്റ്റോപ്പ്! അശ്വിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒരു ജോലി നഷ്ടപ്പെട്ടു, അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. എന്നാലും എന്നെ വിശ്വസിച്ച് തൻ്റെ കുറേ മാസങ്ങൾ നഷ്ടപ്പെട്ടതിന് സോറി. വേറൊരെണ്ണം കണ്ടെത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ഉപയോഗിച്ച വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. നീ ഇനി എനിക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യേണ്ട അശ്വിൻ. അവൾ പരിഹാസത്തോടെ കൈകൂപ്പി. ചെയ്തെന്ന ഉപകാരങ്ങൾ തന്നെ ധാരാളം. നിന്നോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. അതിന് കാരണം നീ അമ്മയോട് കാട്ടുന്ന സ്നേഹം കെയറിങ് കണ്ടിട്ടാ. പക്ഷേ ഇപ്പം എനിക്ക് സംശയമുണ്ട്, നീ അവർക്ക് മുമ്പിൽ അഭിനയിക്കുകയാണോന്ന്. ഹിമ! അവൻ അലറി. നിർത്തിക്കോ, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇല്ല, നിർത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തിയായിട്ട ദിവസങ്ങളായി തന്നോർത്ത് ഞാൻ സമാധാനിച്ചോളാം. അവൾ ദിവ്യയുടെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി തുറന്നൊരു കവറെടുത്തു. ഇത്തവണ സാലറി കിട്ടിയപ്പോൾ അച്ഛനും ചേച്ചിക്കും ഒരു ഡ്രസ്സ് വാങ്ങി. ആ കൂട്ടത്തിൽ നിനക്കൊന്ന് എടുത്തു. വില പിടിച്ചൊന്നല്ലെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തരുമ്പോൾ നിന്റെ ഞെട്ടലും സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് പറയാതെ ഇങ്ങോട്ട് വന്ന്. ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അവൾ ആ കവർ അശ്വിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അറപ്പ് തോന്നാം. ആദ്യമായിട്ട് പ്രണയിച്ച് നിന്നെ പോലെ ഒരുത്തനെയാണല്ലോ. എടി മതിയാക്ക്, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ദിവ്യ അവളെ പിടിച്ചു വലിച്ചു. ബഹളം കേട്ട് കുറെ ആളുകൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ച് ഹിമ അശ്വിനെ നോക്കി. ഇനി നമ്മൾ തമ്മിൽ കാണരുത്, അതുമാത്രം എനിക്ക് വേണ്ടി നീ ചെയ്താൽ മതി. അവൾ വെട്ടിത്തിരിഞ്ഞ് റോഡിലേക്ക് നടന്നു. പിന്നാലെ തന്നെ ദിവ്യയും. കണ്ണുകൾ നിറഞ്ഞ് അശ്വിനെ കാഴ്ചകൾ അവ്യക്തമായി. ശരീരം തളരുന്ന പോലെ തോന്നിയപ്പോൾ അവൻ അവിടെ അടുക്കി വെച്ചിരുന്ന ചെങ്കല്ലുകളിലിരുന്നു. വരദേച്ചി, അനീതി വന്നിട്ടുണ്ട്, ജിൻഡോ പറയുന്ന കേട്ട് അത്ഭുതത്തോടെ വരദവനെ നോക്കി. ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ സ്റ്റോർ റൂമിലായിരുന്നു അവൾ. അവളുടെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനാണ് ജിൻഡോ. അവളെങ്ങനെ ഇവിടെ? ഇന്നലെ വിളിച്ചപ്പോൾ വരുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. ജിൻഡോ, നീ ഇതൊന്ന് അടുക്കി വെക്കുമോ? ഞാൻ ചെയ്തോളാം, ചേച്ചി വെക്കോ. അവനോട് നന്ദി പറഞ്ഞുകൊണ്ട് വരദ വേഗത്തിൽ ഷോപ്പിനകത്തേക്ക് നടന്നു. ഹിമ വിളിക്കാതെ വരുന്ന പതിവില്ലാത്തതാണ് അവൾക്ക് ആദ്യമായി. ഗ്രൗണ്ട് ഫ്ലോറിലെ കാശ് കൊണ്ടിനടുത്ത് നിൽക്കായിരുന്ന ഹിമയുടെ അടുത്തെത്തിയപ്പോഴേക്കും അവൾ കിതച്ച് തുടങ്ങിയിരുന്നു. എന്താ പൊന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഹിമ ചിരിക്കാൻ ശ്രമിച്ചു. ചേച്ചി അച്ഛനെയും കാണാൻ തോന്നി, അതുകൊണ്ട് വന്നു. അത് കള്ളമാണെന്ന് ഹിമയുടെ തളർന്ന മുഖവും കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോൾ വരദക്ക് മനസ്സിലായി. പക്ഷെ കൂടുതലൊന്നും ചോദിച്ചില്ല. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. വരദ ടെക്സ്റ്റൈൽസിൻ്റെ ഓഫീസ് ക്യാബിനകത്തേക്ക് ചെന്നു മാനേജരോട് സംസാരിച്ച് ലീവ് എടുത്തു. പിന്നെ തൻ്റെ ബാഗോട് തിരിച്ചെത്തി. നീ ഒന്നും കഴിച്ചില്ലല്ലോ? ഹിമ ഇല്ലെന്ന് തലയാട്ടി. വാ. അവൾ നിലത്ത് വെച്ചിരുന്ന ഹിമയുടെ ബാഗും കൂടി എടുത്ത് പുറത്തിറങ്ങി. നേരെ മുന്നിലെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു, കൂടെ ഹിമയും. നിനക്കെന്തെങ്കിലും വയ്യായിക്കുണ്ടോ പൊന്നു? ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക വരദ ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി, നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, അതുകൊണ്ട് ഓടി വന്ന. വരദയൊന്ന് മൂളി. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയ ശേഷം അവൾ ഹിമയെ നോക്കി. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഇപ്പോഴോ? കുറേ ആയില്ലേ ഒരുമിച്ച് തിയേറ്ററിൽ പോയിട്ട്. അച്ഛനെയും വിളിക്കാം. അച്ഛൻ്റെ ഏതോ കൂട്ടുകാരൻ്റെ കൂടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇങ്ങോട്ട് വരുന്ന രാവിലെ പറയുന്നുണ്ടായിരുന്നു. വരദ മൊബൈലെടുത്ത് മോനെ വിളിച്ചു. അച്ഛൻ എവിടെയാ? ഞാനിവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട്. മമ്മതിൻ്റെ കൂടെ വന്നാ, നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞില്ലേ. എന്നിട്ട് വാങ്ങിച്ചോ? തിരിച്ച് ബസ് കയറുവാ. എന്നാൽ അച്ഛൻ നേരെ ഒരു ഓട്ടോ വിളിച്ച് എൻ്റെ ഷോപ്പിന് മുമ്പിലേക്ക് വാ. അതെന്തിനാ മുത്തേ? പൊന്നിവിടെ ഉണ്ട്. അവള് വരുന്നൊന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോൾ വന്നാ. ശരി, ഞാനങ്ങോട്ട് വരാം. 5 മിനിറ്റിനുള്ളിൽ മോഹനെത്തി. ഹിമയും വരദ അതേ ഓട്ടോയിൽ കയറി. ചേട്ടാ, ആരാധന തിയേറ്റർ, വരദ ഡ്രൈവറോട് പറഞ്ഞു. അയാൾ തലയാട്ടിക്കൊണ്ട് ഓട്ടോ മുന്നോട്ടെടുത്തു. സിനിമക്കോ നിങ്ങൾ രണ്ടാക്കും മാത്രം പോയാൽ പോരെ മക്കളെ, ഞാനെന്തിനാ?
അച്ഛനും കൂടി ഉണ്ടെങ്കിലേ രസമുള്ളൂ. വരദ അയാളുടെ ചുമലിലേക്ക് ചാഞ്ഞു. മോഹനൻ ഹിമയുടെ നെറ്റിൽ കൈവച്ച് നോക്കി. മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ, പനിയുണ്ടോ പൊന്നു? ഏയ് ഒന്നുമില്ല അച്ഛാ, ദൂരയാത്ര കഴിഞ്ഞ് വന്നിൻ്റെ. അച്ഛൻ ഊണ് കഴിച്ചോ? ആ, മമ്മതിൻ്റെ കൂടെ കഴിച്ചിട്ട് ബസ് കയറാൻ പോകുമ്പോഴാണ് മുത്ത് വിളിച്ചത്. നിനക്ക് യാത്രാക്ഷീണം ഉണ്ടെങ്കിൽ നേരെ വീട്ടിൽ ചെന്ന് ഉറങ്ങിക്കൂടെ? എന്തിനാ അപ്പോൾ സിനിമയ്ക്ക് പോകുന്നേ? ഹിമ അതിന് മറുപടി അറിയാതെ അയാളുടെ ദേഹത്ത് തലയായിച്ചു. ഇരുവശങ്ങളിലും ഇരുന്ന് അച്ഛൻ്റെ തോളിൽ തലവെച്ച് കിടക്കുന്ന പെൺമക്കളെ ഗ്ലാസ്സിലൂടെ ശ്രദ്ധിക്കായിരുന്ന വൃദ്ധനായ ഡ്രൈവർക്ക് മനസ്സിൽ എന്തിനോ സന്തോഷം അനുഭവപ്പെട്ടു. ഒരു നേർത്ത പുഞ്ചിരിയോടെ അയാൾ ശ്രദ്ധാപൂർവം ഓട്ടോ ആരാധനാ തിയേറ്റർ ലക്ഷ്യമാക്കി ഓടിച്ചു തുടങ്ങി. പൊന്നു ഇങ്ങ് വന്നേ. വരദ വിളിക്കുന്നേട്ട് ഹിമ പൂമുഖത്തേക്ക് നടന്നു. അവിടെ മോഹനും വരദ ഇരിക്കുന്നുണ്ട്. സിനിമയും കണ്ട് ഒന്ന് ടൗണിലൂടെ കറങ്ങി രാത്രി ഭക്ഷണം കഴിച്ച് ലാസ്റ്റ് ബസ്സിന് തിരിച്ചെത്തിയതാണ് 3 പേരും. കവലയിൽ ബസ് ഇറങ്ങി അവിടെയുള്ള കടയിൽ നിന്ന് വാങ്ങിച്ച ഐസ്ക്രീം പാക്കറ്റ് തുറക്കുകയാണ് വരദ. ഹിമ അവിടെ അടുത്തിരുന്നു. അവളൊരു സ്പൂൺ ഐസ്ക്രീം കോരിയെടുത്ത് ഹിമയുടെ വായിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു സ്പൂൺ കോരിയെടുത്ത് മോഹന് നേരെ നീട്ടി. എനിക്ക് വേണ്ട മുത്തേ. വാ തുറക്ക്, അവൾ ആജ്ഞാപിച്ചപ്പോൾ മോഹനൻ അനുസരിച്ചു. അടുത്തത് അവളുടെ ഊഴമായിരുന്നു. നിറയുന്ന കണ്ണുകൾ അച്ഛനിൽ നിന്നും ചേച്ചിയിൽ നിന്നും മറച്ചു പിടിക്കാൻ ഹിമ നന്നേ പണിപ്പെട്ടു. അന്ന് കണ്ട സിനിമയെക്കുറിച്ചും കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് അവർ ഐസ്ക്രീം തീർത്തു. ഉറക്കം വന്നപ്പോൾ മോഹനൻ എഴുന്നേറ്റ് പോയി. അവിടെ നിശബ്ദത തളം കെട്ടി. പൊന്നു, എന്താ പ്രശ്നം? ഏറെ നേരത്തിന് ശേഷം വരദ ചോദിച്ചപ്പോൾ ഹിമ ഞെട്ടി അവളെ നോക്കി. ഏയ് ഒന്നുമില്ല ചേച്ചി. വരദ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഞാൻ നിനക്ക് ചേച്ചി മാത്രമല്ല, അമ്മയും കൂടിയാ. നിന്റെ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് തിരിച്ചറിയാനാവും. നീ ഇപ്പോൾ പഴയ ആളല്ല, എന്തൊക്കെയോ മറക്കുന്നുണ്ട്, ഞങ്ങളോട് കള്ളങ്ങൾ പറയുന്നുണ്ട്. നീയായിട്ട് മനസ്സുറക്കിട്ടെന്ന് കരുതിയാ ഇത്രയും നാളും മിണ്ടാതിരുന്നു. പക്ഷേ ഇന്നെനിക്കറിയണം. ഹിമ കരച്ചിൽ കടിച്ചമർത്തിയിരിക്കുകയാണ്. എന്താ മോളെ കാര്യം? ചേച്ചിയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എപ്പോഴും പറയുന്ന ആളല്ലോ നീ. പിന്നെ എന്തിനാ ഇങ്ങനെ അകലം വയ്ക്കുന്നത്? അതോടെ ഹിമയുടെ നിയന്ത്രണം വിട്ടു. വരദയുടെ മാറിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും വരദ അവളുടെ മുതുകിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടുനടന്ന അനിയത്തിയുടെ കരച്ചിൽ അവളുടെ ഹൃദയത്തെ വല്ലാതെ കുത്തി നോവിച്ച്. ആ വേദന കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകിയിറങ്ങി. അവൾ കാത്തിരുന്നു എന്താണ് ഹിമയുടെ പ്രശ്നമെന്നറിയാൻ. വല്ലാത്ത കഷ്ടായി പോയി അച്ചു. ലക്ഷ്മി സങ്കടത്തോടെ അശ്വിനെ നോക്കി. ആ കുട്ടിക്ക് എന്തോരം വിഷമമായിട്ടുണ്ടാവും. ഇതാണ് നിന്റെ ഉള്ളിലിപ്പെന്ന് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. അശ്വിൻ പുതപ്പെടുത്ത് അമ്മയെ പുതപ്പിച്ചു. പിന്നെ അവരുടെ ബെഡിലിരുന്നു. ഞാനത്രയ്ക്ക് വലിയ മഹാഭാവൊന്നും ചെയ്തില്ലല്ലോ അമ്മേ. മനപ്പൂർവ്വം അവളുടെ വിസ വൈകിച്ചതല്ല. അമ്മയുടെ മുന്നിൽ നിന്നല്ലേ ഞാനെപ്പോഴും ഷോയിബിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അവളിവിടെ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ കൊതിച്ചു. അത് സ്വാർത്ഥതയാണെങ്കിൽ അവളും സ്വാർത്ഥയല്ലേ. സ്വന്തം കുടുംബത്തിന് വേണ്ടി ഏതോ രാജ്യത്തേക്ക് പോകണമെന്ന ഒറ്റ ചിന്ത മാത്രം. അപ്പം ഞാനാരാ? എൻ്റെ മനസ്സിലെന്താണെന്ന് അറിയാൻ ശ്രമിക്കാത്ത സ്വാർത്ഥതയല്ലേ? ലക്ഷ്മി ചിരിച്ചു. വണ്ടത്തരം പറയലേടാ അച്ചു. ആ കുട്ടിയുടെ ഭാഗത്താണ് 100% ഞാൻ. കാരണം അവൾ പുറത്തു പോകാൻ ആഗ്രഹിച്ച് ചേച്ചിക്കും അച്ഛനും വേണ്ടിയാ. അതാണ് ശരി. അവർ കഴിഞ്ഞിട്ടേ നീ ഉള്ളൂ. ഇപ്പം അവൾ നിന്നോട് പറയാ അമ്മയെ ഉപേക്ഷിച്ച് വന്നാലും നീ കല്യാണം നടക്കുമെന്ന്. നീ ചെയ്യോ? ഒരിക്കലുമില്ല. പക്ഷെ അതുപോലെയാണ് അമ്മ ഇത്. അവളോട് കുടുംബം ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു. ചേച്ചിയുടെ വിവാഹം നടത്താൻ എത്ര കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറായിരുന്നു. അവൾ കൂടെ ഉണ്ടായാൽ മതി. നിന്റെ സഹായം കൊണ്ട് ചെയ്യുന്നതും അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന വ്യത്യാസമുണ്ട് മോനെ. രണ്ടാമത്തേതാണ് അവൾക്ക് സന്തോഷം, അഭിമാനം. കഴിഞ്ഞത് കഴിഞ്ഞു. പോയി സംസാരിച്ച് തീർക്കാൻ നോക്ക്. വേണ്ടമ്മേ, ഇനി അവളായിട്ട് വിളിക്കട്ടെ. അതുവരെ ഞാൻ അവളെ ശല്യം ചെയ്യില്ല. നിനക്കവളോട് സംസാരിക്കാണ്ടിരിക്കാൻ കഴിയുമോ അച്ചു? ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവനും അറിയില്ലായിരുന്നു. അവൻ കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് ചാഞ്ഞു. ഞാനിന്ന് അമ്മയുടെ കൂടെ കിടക്കുന്നത്. ലക്ഷ്മി അവനെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് കിടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ മാറിൽ ചൂടുള്ള നനവ് അവർക്ക് അനുഭവപ്പെട്ടു. അവൻ നിശബ്ദനായി കരയുകയാണ്. അവരൊന്നും മിണ്ടിയില്ല. പകരം പരമാവധി അവനോട് ചേർന്ന് കിടന്ന് ആ മുടിയിലൂടെ വിരലോടിച്ചു. പരസ്പരം സംസാരമില്ലാതെ വിരസമായ നാളുകൾ കടന്നുപോയി. ഹിമ പാലക്കാട് ജോലി റിസൈൻ ചെയ്ത് 2 മാസത്തോളം വീട്ടിൽ വെറുതെയിരുന്നു. വരദയുടെ നിർബന്ധപ്രകാരമായിരുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും അവൾക്ക് മടുപ്പ് അനുഭവപ്പെട്ടു. ദിവ്യ അവളുടെ ചേട്ടൻ്റെ കൂടെ പഞ്ചാബിലേക്ക് പോയതിനാൽ ഫോൺ വിളികൾ അപൂർവമാണ്. അശ്വിൻ്റെ ഓർമ്മകൾ അലട്ടുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവൾക്ക് തോന്നും. ചേച്ചിയെയും അച്ഛനെയും സങ്കടപ്പെടുത്താതിരിക്കാൻ അവൾ പരമാവധി അഭിനയിച്ചു. വിദേശത്ത് ജോലി എന്ന ആഗ്രഹം ഉള്ളിൽ കിടക്കിയായിരുന്നുകൊണ്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ബാംഗ്ലൂരിലെ ശ്രീനിവാസ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് അറിയിപ്പ് കിട്ടിയത്. പണ്ട് ബയോഡാറ്റ കൊടുത്തൊരു ഏജൻസിക്കാർ വിളിച്ചതാണ്. ആദ്യമൊന്നും വരദ സമ്മതിച്ചില്ല. പക്ഷേ ഹിമയ്ക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നിയാൽ അവൾ സമ്മതം മൂളി. അങ്ങനെ ഹിമ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു.
അത്യാവശ്യം നല്ല സാലറിയോടെയുള്ള ജോലി, കൂടെ വേറെയും മലയാളി നഴ്സുമാർ. തൻ്റെ ചുറ്റുപാടുകളോട് അവൾ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു തുടങ്ങി. വിദേശത്ത് ജോലിക്ക് പോകാൻ ചില എക്സാമുകൾക്ക് വേണ്ടിയുള്ള പഠനവും ആരംഭിച്ചു. അശ്വിനെ മറക്കാനുള്ള ശ്രമം മാത്രം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. എന്തെങ്കിലും തനിക്കതിന് കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ അവൾക്കൊരു കോൾ വന്നു. പരിചയമില്ലാത്ത നമ്പരായിരുന്നത്. ഹലോ, ആരാ? ഞാൻ അശ്വിന. അവളൊന്ന് ഞെട്ടി. അവൻ്റെ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്തതിനാൽ വേറെ ആരുടെയോ ഫോണിൽ നിന്ന് വിളിക്കുന്നതാവും. ഉണങ്ങി തുടങ്ങിയ മുറിവുകളിൽ കുത്തി നോവിക്കാൻ എന്തിനാണ് വീണ്ടും? ഉള്ളിൽ വേറെ ഉദ്ദേശം വെച്ച് തൻ്റെ കൂടെ നിൽക്കുന്നതായി അഭിനയിച്ചവൻ അവന് വേണ്ടി ഉപേക്ഷിച്ച അവസരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് കടൽ കടന്നേനെ. ഹിമ പ്ലീസ്, ഇനി ഒരു കാര്യം പറയാനുണ്ട്. സോറി, എനിക്ക് നിങ്ങൾ അറിയില്ല, റോങ് നമ്പർ. അവൾ കോൾ കട്ട് ചെയ്തു. പിന്നെ സ്വിച്ച് ഓഫ് ബട്ടൺ അമർത്തി ഫോൺ ടേബിളിലേക്ക് ഇട്ടു. അതിനുശേഷം ബെഡിലേക്ക് അമിഴ്ന്നു വീണ് കരഞ്ഞു തുടങ്ങി. എന്തിനെന്നറിയാതെ. തന്നെ ആരോ കാണാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ടെക്സ്റ്റൈൽസിന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു വരദ. ആരെ കൃഷ്ണേട്ടാ? അവൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു. ദേ, ആ വെള്ളക്കാരനടുത്ത് നിൽക്കുന്ന ആളാ. കൃഷ്ണൻ കൈ ചൂണ്ടിയടുത്തേക്ക് അവൾ നോക്കി. കാറിൽ ചാരിയൊരു യുവാവ് നിൽപ്പുണ്ട്. അവൾ അങ്ങോട്ട് നടന്നു. വരദയല്ലേ? അവൻ പുഞ്ചിരിയോട് ചോദിച്ചു. എൻ്റെ പേര് ജയകൃഷ്ണൻ, ഞാൻ അശ്വിൻ്റെ കസിനാണ്. വരദയുടെ മുഖമിരുണ്ട്. നിങ്ങൾക്കെന്താ വേണ്ടത്? വരദ, ഞാൻ അവന് വേണ്ടി വാദിക്കാനോ തൻ്റെ അനിയത്തിയുടെ അവൻ്റെ വിവാഹം നടത്തണമെന്ന് പറയാനൊന്നുമല്ല വന്നു. സോ പ്ലീസ് ഒരു 5 മിനിറ്റ് സംസാരിക്കണം, അതിനുശേഷം പൊക്കോളാം. അപേക്ഷയുടെ സ്വരത്തിൽ ജയകൃഷ്ണൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച ശേഷം അവൾ തലയാട്ടി. പ്ലീസ് ഗെറ്റ് ഇൻ. അവൻ കാറിൻ്റെ ഡോറൊന്ന് കൊടുത്തു. വരദ അകത്ത് കയറി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് ജയകൃഷ്ണന്. കാർ സ്റ്റാർട്ട് ചെയ്ത് AC സ്റ്റേഷൻ. അവൻ വരദയുടെ നേരെ തിരിഞ്ഞു. കാര്യങ്ങളൊക്കെ വരദക്ക് അറിയാലോ. പിന്നെ അറിയാതെ. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാനോ അച്ഛനും എൻ്റെ അനിയത്തെ സങ്കടപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ അനിയൻ കാരണം അവൾ നെഞ്ചുപൊട്ടി കരയുന്ന ഞാൻ കാണേണ്ടി വന്നു. എന്ത് തെറ്റാ അവൾ നിങ്ങളോടൊക്കെ ചെയ്ത്? വരദക്ക് കോപം അടക്കാനായില്ല. പ്രണയം എല്ലാവർക്കും തോന്നും, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനം എടുക്കും. പക്ഷെ വഞ്ചന, അത് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയും? അശ്വിൻ ഇങ്ങനെ ചെയ്യുന്ന ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് കരഞ്ഞത്. അവൾ കിതച്ച്. ജയകൃഷ്ണൻ സഹതാപത്തോടെ അവൾ നോക്കി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വരദ, ഒരു ന്യായീകരണത്തിനോ തർക്കിക്കാനോ ഒന്നും വന്നല്ല ഞാൻ. എൻ്റെ അനിയത്തി വേദനിച്ച പോലെ തന്നെ അവനും വേദനിക്കുന്നുണ്ട്. ഒരു തെറ്റുപറ്റി. ഹിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരൊറ്റ നിമിഷം അവൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്ക്. എന്നോട് സംസാരിക്കുന്നതാണ് ഹിമ കേട്ടത്. അവൻ പറഞ്ഞ വരദെ ആരെക്കൊണ്ടെങ്കിലും കെട്ടിച്ച് തൻ്റെ റൂട്ട് ക്ലിയർ ആക്കാനല്ല, നല്ലൊരു ബന്ധം കൊണ്ടുവരാനാണ്. പക്ഷേ ചേച്ചിക്ക് വേണ്ട തനി ഉണ്ടാക്കണമെന്നൊരു പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കാനുള്ള വിവേകം അവന് കൈമോശം വന്നുപോയി. അതിന് കാരണം സ്നേഹം തന്നെയാണ്. സ്നേഹം കൂടുതൽ കൊണ്ടുള്ള സ്വാർത്ഥത. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിട്ടും അവൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. വരദ താല്പര്യമില്ലാത്ത മട്ടിൽ കേട്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരിക്കലും അവൻ പാലക്കാട് പോയി അവളെ കണ്ട് മാപ്പ് പറയാൻ. അതും തിരിച്ചുകൊണ്ടുവരാനായിരുന്നില്ല കേട്ടോ. ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ മാത്രമായിരുന്നു ഉദ്ദേശം. അപ്പോഴാണ് ഹിമ ജോലി മതിയാക്കിയത് അറിഞ്ഞത്. കുറ്റബോധം കാരണം അവൻ ഉറങ്ങാതെ രാത്രികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തൻ്റെ അനിയത്തിക്ക് ബാംഗ്ലൂരിൽ ആകസ്മികമായി ജോലി കിട്ടിയതല്ല. അവൻ ആരുടെയൊക്കെ കയ്യും കാലം പിടിച്ചിട്ടാണ് ആ ഏജൻസി അവളെ വിളിച്ചത്. വരദ ഞെട്ടലോടെ ജയകൃഷ്ണനെ നോക്കി. ഇതൊന്നും നിങ്ങളാരും ഒരിക്കലും അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഹിമ ആത്മാഭിമാനമുള്ള പെണ്ണായിട്ടാ. ഞാനാണ് ഈ ജോലി കിട്ടാൻ കാരണം അവൾ അറിഞ്ഞാൽ പുല്ലുപോലെ അത് വലിച്ചെരും. അവളുടെ വരുമാനം കൂടിയില്ലെങ്കിൽ ആ കുടുംബത്തെ വല്ലാതെ ബാധിക്കുന്ന അവൻ എന്നോട് പറഞ്ഞത്. ജയകൃഷ്ണൻ വാട്ടർ ബോട്ടിലെടുത്ത് കുറച്ച് വെള്ളം കുടിച്ചു. താൻ കാരണം അവൾക്കുണ്ടായ വേദനകൾക്ക് പരിഹാരമായി സ്വയം ഒഴിഞ്ഞു മാറി കൊടുക്കുകയായിരുന്നു അവൻ. പക്ഷെ ഒരിക്കലും അവൾ വിളിക്കേണ്ട സാഹചര്യം വന്നു. പക്ഷെ അവൾ സംസാരിച്ചില്ല. പകരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ നമ്പർ മാറ്റിയെന്ന് തോന്നുന്നു. അതെ, അവൾ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു ഏറ്റുപറച്ചിലിനെ വിളിയല്ലായിരുന്നു വരുന്നത്. അവൻ്റെ അമ്മയ്ക്ക് ഹിമയൊന്ന് കാണണമെന്ന് പറഞ്ഞു. അവളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചത് ആ പാവം. വരദക്ക് സങ്കടം തോന്നി. അശ്വിൻ്റെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തന്നെ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നെന്നും കാണാൻ കൊതിച്ചിരുന്നെന്നും ഹിമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൾ ഫോൺ ചെയ്യാം. അടുത്ത ലീവിന് വന്നാൽ അച്ഛനെയും കൂട്ടി ഞങ്ങൾ അശ്വിൻ്റെ അമ്മയെ കാണാൻ വരാം. ജയകൃഷ്ണൻ വേദനയോട് ചിരിച്ചു. ഒത്തിരി വൈകിപ്പോയി. അവൻ്റെ അമ്മ മരിച്ചു. വരദൊന്നും നടുങ്ങി. പെട്ടെന്ന് BP കൂടി. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഹിമയെ കാണുമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ സംസാരിച്ചില്ല. അന്ന് രാത്രി തന്നെ ആള് പോയി. ഇപ്പം 4 മാസമായി. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ വരദയ്ക്ക് തോന്നി. ഇവിടുത്തെ പറമ്പിലെ ദഹിപ്പിച്ച് ജീവനോടെയോ കണ്ടില്ല. ചിതയിലെടുക്കും മുമ്പ് ആ ശരീരങ്ങളിൽ ഹിമ കണ്ടോട്ടെ എന്ന് കരുതി മാറി മാറി ഞങ്ങൾ വിളിച്ചു നോക്കി. അവൻ്റെ ശബ്ദം നേർത്തു വന്നു. ഈ ലോകത്തിൽ അച്ചുവിനെ ഏറ്റവും വലുത് അവൻ്റെ അമ്മയായിരുന്നു. അവരാ അവൻ്റെ ബലവും. അത് നഷ്ടപ്പെട്ടതോടെ അവൻ തളർന്നു. അമ്മയുടെ ഒഴിഞ്ഞ വീൽ ചെയറിൽ തലവെച്ച് കരയുന്ന അവനെ കണ്ട്
ചങ്ക് തകർന്നിട്ട ഞാനിങ്ങോട്ട് വന്ന്. ദയവ് ചെയ്ത് അവനെ ശപിക്കരുത്. ഈ ഭൂമിയിലെ നരകം, അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട ശേഷമുള്ള ജീവിതം, അതിപ്പോൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത്ര മോശപ്പെട്ട സ്വഭാവമൊന്നുമല്ല അവൻ്റെ. ആകെ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു തെറ്റ് ഹിമയോട് കാണിച്ചതാണ്. അവരെ കൂട്ടിയോജിപ്പിക്കാനെന്നല്ല ഇത്രയും പറഞ്ഞത്. ഹിമ അവൻ്റെ ഭാര്യയാവുന്ന സ്വപ്നങ്ങളുടെ ഒരു അമ്മ ഇന്നില്ല. അവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാൻ ഹിമയോട് പറയണം. അതുപോലെ അച്ഛനോട് ക്ഷമിക്കാനും. അതുമാത്രം മതി. വരദ കുറച്ചു നേരം അതേ ഇരിപ്പ് തുടർന്നു. പിന്നെ കാറിൽ നിന്നിറങ്ങി ഷോപ്പിന് നേരെ ഓടി. അസ്ഥി തറക്കുമ്പിൽ മുട്ടുകുത്തി കണ്ണടച്ച് പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുകയാണ് ഹിമ. കുറച്ച് മാറി അനന്തിനും രമയും ജയകൃഷ്ണനും വരദയും മോഹനും നിൽക്കുന്നുണ്ട്. ജയ, നീ അച്ഛനെ വിളിച്ചു നോക്കിയോ? അനന്തൻ ചോദിച്ചു. ഉവ്, കിട്ടുന്നില്ല. അവൻ വരദയുടെ നേരെ തിരിഞ്ഞു. അവളുടെ കയ്യിൽ ജയകൃഷ്ണന്റെ ഫോണുണ്ട്. അതിലെ വാട്സാപ്പിൽ അശ്വിൻ്റെ ഒരു മെസ്സേജ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക കേട്ടാ. ഞാനൊരു യാത്ര പോവാ, തിരിച്ചു വരും. കാരണം എൻ്റെ അമ്മ ഇവിടെയാണല്ലോ. പക്ഷെ അതുവരെ എന്നെ അന്വേഷിക്കരുത്. വരദയുടെ കണ്ണുനീർത്തുള്ളി ഫോണിൻ്റെ സ്ക്രീനിലേക്ക് ഇറ്റ് വീണു. മോളെ, നീ ആ കുട്ടിയെ വിളിക്ക്. എത്ര നേരം ഇരിപ്പ് തുടങ്ങിയിട്ട്, രമ പറഞ്ഞു. വരദ മൊബൈൽ ജയകൃഷ്ണൻ നൽകിയ ശേഷം ഹിമയുടെ അടുത്തെത്തി. പൊന്നു, വാ എഴുന്നേൽക്ക്. അവൾ അനങ്ങിയില്ല. വരദ അവളെ ബലം പ്രയോഗിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾ ഇമ്മച്ചിമാത അസ്ഥിത്തറയെ നോക്കുകയാണ്. നമ്മുടെ അമ്മ മരിക്കുന്ന സമയത്ത് അവസാനമായി ചിന്തിച്ചിരുന്ന എന്താവും ചേച്ചി? വരദ പകച്ചുപോയി. താൻ പോയ ശേഷം തന്നെ സ്നേഹിക്കുന്നവർ അനുഭവിക്കാൻ പോകുന്ന വേദനയെക്കുറിച്ചാണ് അല്ലേ? ഈ അമ്മയും അതായിരിക്കില്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക? വരദയ്ക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്നോട് ആ വീട്ടിലേക്ക് ചെല്ലാൻ എത്ര തവണ പറഞ്ഞു എന്നറിയോ? ഞാൻ കേട്ടില്ല. മരിക്കാൻ കിടക്കുമ്പോഴും എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ചേച്ചി. അവസാനം ശ്വാസം എടുക്കുന്നവരെ ചിലപ്പോൾ ഞാൻ വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കും. അവനോടുള്ള ദേഷ്യത്തിന് ഒരു തെറ്റ് ചെയ്യാത്ത അമ്മയെ ഞാൻ അവഗണിക്കരുതായിരുന്നു. ഈ പാവങ്ങൾ ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും? അവളുടെ നിലവിളി അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളൊന്നുമില്ലാതെ വരദ അവളെ കെട്ടിപ്പിടിച്ചു. മാസങ്ങൾ കടന്നുപോയി. തനിക്ക് ജോലി കിട്ടാൻ കാരണം അശ്വിനാണെന്നറിഞ്ഞിട്ടും ഹിമ അത് ഉപേക്ഷിച്ചില്ല. അവളുടെ മനസ്സിൽ അവൻ്റെ അമ്മ മാത്രമായിരുന്നു. അവരുടെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഓരോ ദിവസവും അവൾ ഉരുകി. തൻ്റെ അവസ്ഥ കണ്ട് അച്ഛനും ചേച്ചിയും വിഷമിക്കരുത് നിർബന്ധ കാരണം അവൾ ബാംഗ്ലൂരിൽ തന്നെ നിന്നു. അശ്വിൻ എവിടെയാണ്? അവൾ സ്വയം ചോദിച്ചു. എന്നെങ്കിലും അവൻ തന്നെ കാണാൻ വരുമോ? അതോ പൂർണ്ണമായും മറന്നിട്ടുണ്ടാകുമോ? അറിയില്ല. അവനുള്ള ദേഷ്യമൊക്കെ അലിഞ്ഞു തീർന്നിരുന്നു. ഇപ്പോൾ ഒരു തരം മരവിപ്പ് മാത്രം. ഖത്തറിലേക്കുള്ള ഒരു ജോബ് ഇൻ്റർവ്യൂവിന് വേണ്ടി നാട്ടിലെത്തിയൊരു ദിവസം രാവിലെ കുളിയും കഴിഞ്ഞ് മുറിയിൽ ഹെഡ്സെറ്റ് കാതിൽ തിരികെ പാട്ട് കേൾക്കായിരുന്ന ഹിമ അന്ന് രാത്രിയുള്ള ട്രെയിനിന് എറണാകുളം പോകണം. അടുത്ത ദിവസമാണ് ഇൻ്റർവ്യൂ. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നതിനാൽ സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കണ്ണടച്ച് കിടക്കുകയാണ്. ആരോ ദേഹത്തെട്ടിയപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു. വരദ. അവൾ ഹെഡ്സെറ്റ് മാറ്റി. എന്താടി ഇത്? ബോംബ് പൊട്ടിയാൽ പോലും അറിയില്ലല്ലോ. എണീറ്റ്, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരേച്ചി? ചോദിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു. വാതിൽ കടന്ന് അകത്തേക്ക് വന്നയാളെ കണ്ട് ഹിമക്ക് ശ്വാസം നിൽക്കുന്ന പോലെ തോന്നി. അശ്വിൻ. നിങ്ങൾ സംസാരിക്കേ. അത്രയും പറഞ്ഞ് വരദ പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരി. അശ്വിൻ പതിയെ വന്ന് കസേര നീക്കിയിട്ടിരുന്നു. അവനാകെ ക്ഷീണിച്ചിട്ടുണ്ട്. അലസമായി പാറിപ്പറക്കുന്ന മുടി, താടി രോമങ്ങൾ, ചൈതന്യം നഷ്ടപ്പെട്ട കണ്ണുകൾ. തൻ്റെ മുന്നിലേക്ക് കുസൃതി ചിരിയോടെ വരാറുള്ള ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനുമായി വിദൂര സാമ്യം പോലുമില്ല. അവൻ്റെ ഈ അവസ്ഥയ്ക്കൊരു കാരണം താനാണെന്ന് അവൾക്കും അറിയാം. കുറച്ചേരം രണ്ടുപേരൊന്നും മിണ്ടിയില്ല. എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ നാവിന് കനം വെച്ചതുപോലെ. നാളെ ഇൻ്റർവ്യൂ ആണല്ലേ? ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ? ദൈവം കൈവിടില്ല. എവിടെയായിരുന്നു? നോർത്ത് ഇന്ത്യ. യാത്രകൾ പണ്ടും ഇഷ്ടമായിരുന്നു. പക്ഷേ അമ്മയെ തനിച്ചാക്കുന്ന ഓർത്തിപ്പോൾ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ബന്ധങ്ങളുടെ കെട്ടുപാടൊന്നുമില്ലല്ലോ. എവിടെയും പോവാം. അവിടെ ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. കിട്ടുന്ന വരുമാനം കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ നാടോടികളെപ്പോലെ. അവളൊന്നും മിണ്ടിയില്ല. അമ്മ മരിച്ചിട്ട് ഇന്നലെ 1 വർഷം തികഞ്ഞു. ഹൃദയത്തിൽ കത്തിമുന കൊണ്ട് പോരുന്ന പോലെ ഹിമക്ക് അനുഭവപ്പെട്ടു. ഹിമ, ഞാൻ വന്ന് പഴയതൊക്കെ പറഞ്ഞ് തന്നെ നോവിക്കാനല്ല. എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക്, അത് മാത്രം മതി. അതിനുശേഷം ഞാൻ പോയിക്കോളാം. പിന്നീട് താനെന്ന് ആവശ്യപ്പെട്ട പോലെ ഒരിക്കലും മുമ്പിൽ വരാതിരിക്കാം. കരച്ചിലൊരു വലിയ തിരമാലയായി ഉള്ളിൽ രൂപപ്പെടുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ തെറ്റ് തന്നെ ആയിരുന്നിടും. സ്വാർത്ഥമായി ചിന്തിച്ച്. അത് താൻ ഇന്നെൻ്റെ കൂടെ വേണമെന്നുള്ളതുകൊണ്ടാണ്.
തന്നോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. ആ ഒരു തെറ്റിനുള്ള ശിക്ഷ ഇത്രയും നാൾ ഞാൻ അനുഭവിക്കുക. അമ്മ എപ്പോഴും പറയും, അച്ചു എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ആ കുട്ടിയുണ്ടാവുന്നു. അത് ശരിയാണെന്ന് എനിക്കും അറിയാം. കാരണം അച്ഛനെയും ചേച്ചിയെ ഇത്രയും സ്നേഹിക്കുന്ന താൻ എന്നെ ഒരിക്കലും സങ്കടപ്പെടാൻ അനുവദിക്കില്ലല്ലോ. പക്ഷെ എൻ്റെ അത്യാഗ്രഹം കാരണം അവസാനം അമ്മയുമില്ല താനുമില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ശബ്ദം ഇടറിപ്പോയി. കണ്ണ് നിറഞ്ഞു. അത് കണ്ടിരിക്കാൻ ഹിമക്ക് കഴിഞ്ഞില്ല. ഒറ്റ കുതിപ്പിന് അവൾ അശ്വിൻ്റെ കാൽച്ചുവട്ടിലേക്ക് വീണ് വാവിട്ട് കരഞ്ഞു തുടങ്ങി. അവൻ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കാച്ചു. അവളുടെ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞ് പുറത്തേക്ക് വന്നു. ഞാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. നീ എന്നെ ചതിച്ചു എന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ. പക്ഷെ നിന്റെ മനസ്സ് കണ്ടില്ല. എന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടാൻ കാരണം നീയാണെന്ന് ചിന്തിച്ചു പോയി. സ്നേഹം കൊണ്ട നീ അന്ന് ചേട്ടനോട് അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് മനസ്സിലാക്കാനുള്ള മര്യാദ പോലും ഞാൻ കാണിച്ചിട്ടില്ല. അമ്മയെക്കുറിച്ച് പോലും ഞാൻ ഓർത്തില്ല. എന്നോട് ദൈവം പോലും പൊറുക്കില്ല. കരച്ചിൽ കേട്ട് വരത വാതിൽ തുറന്നു നോക്കി. പിന്നെ തരിച്ചുപോയി. അശ്വിനി നിലത്തിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു. എന്നോട് ക്ഷമിക്കണേ. നീ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയെ സങ്കടപ്പെടുത്തിയ പാപിയാ ഞാൻ. ഇല്ല ഹിമ. മുഖത്തേക്ക് ചിതറി വീണ അവിടെ മുടിയിഴകൾ അശ്വിൻ കോതിയൊതുക്കി. അമ്മ നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത് സത്യം തന്നെയാ. പക്ഷേ നീ വരാഞ്ഞത് മനഃപൂർവ്വമല്ലല്ലോ. അമ്മ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ഉറപ്പായിട്ടും വന്നേനെ. ഞാൻ വിളിക്കുന്നതിന് വരാൻ ജയേട്ടനെ കൊണ്ടോ വേറെ ആരെങ്കിലും കൊണ്ടോ വിളിപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോഴത്തെ ടെൻഷനിൽ അതൊന്നും ഓർത്തില്ല. ഇവിടുന്ന് മാമനും മാമിയും ജയേട്ടനും ഒക്കെ അവിടെ എത്തിയപ്പോഴേക്കും അമ്മ. ഹിമയുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി. കരയില്ലേ, സാരമില്ല. അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവനും കരയുകയായിരുന്നു. കാര്യം രണ്ടാളുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ആനന്ദൻ കണ്ണടയിലെ പൊടി ഊതിക്കളഞ്ഞ ശേഷം വീണ്ടും വെച്ച്. എന്നാലും കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അടുത്ത ആള് കേൾക്കാതെ ഞാൻ മാത്രമാണ് ശരി, എൻ്റെ വാശി തന്നെ ജയിക്കണമെന്ന ചിന്തയാ എല്ലാത്തിനും കാരണം. വീടിന്റെ സീറ്റൗട്ടിൽ അയാൾക്കൊപ്പം രമയും ജയകൃഷ്ണനും ഇരിക്കുന്നുണ്ട്. അവർക്ക് എതിർവശം മോഹനും വരതയും. കുറച്ചു മാറി ഉള്ളിലെ സങ്കടക്കടൽ ഒഴുക്കിക്കളഞ്ഞ ആശ്വാസത്തിൽ ഹിമയും അശ്വിനും. ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ ഇവിടെ വന്ന് താമസിക്കാൻ. അവള് കേട്ടില്ല. ഒടുക്കി ഇവന്റെ നിർബന്ധത്തിന് വഴങ്ങിയ പുതിയ വീടെടുത്ത് ഇങ്ങോട്ട് മാറാൻ അവൾ സമ്മതിച്ച്. പക്ഷേ ദൈവം ആയുസ് കൊടുത്തില്ല. അനന്തൻ ദീർഘമായി നിശ്വസിച്ചു. ഹിമമോളായിരിക്കണം വീടിന്റെ പാല് കാച്ചി നിന്ന് അവൾ ആശിച്ചു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ നടന്നത് വിധിയായിരിക്കാം. ഇപ്പോൾ പരസ്പരം എല്ലാം പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് ലക്ഷ്മിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഇനി അതല്ല, ഒരുമിച്ച് ജീവിക്കാനുള്ള താല്പര്യമൊക്കെ പോയെങ്കിൽ ഇപ്പൊ പറയണം. അശ്വിൻ്റേതുൾപ്പെടെ എല്ലാ കണ്ണുകളും ഹിമയിലായിരുന്നു. അവളൊന്നും മിണ്ടാതെ അശ്വിൻ്റെ വലതുകയിൽ പിടിച്ചമർത്തി. ഉത്തരം അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു തീരുമാനമായി. ഗൾഫിൽ പോകാനുള്ള പ്ലാൻ മാറ്റിവെക്കണമെന്ന് ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങൾ രണ്ടാളും ചർച്ച ചെയ്തോ. പക്ഷേ വരദയ്ക്ക് ഒരു ആലോചന ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ഇവൻ തന്നെ, എൻ്റെ മകൻ ജയകൃഷ്ണൻ. ഹിമ അമ്പരന്നു. ഏതെങ്കിലും ഒരു തന്നെ കുട്ടിയുടെ ചേച്ചിയുടെ തലയിൽ കെട്ടിവെക്കുന്നില്ല. ഇവന് നല്ല ജോലിയുണ്ട്, വേറെ ദുശീലങ്ങളൊന്നുമില്ല. പോരായിട്ട് എൻ്റെ വീട്ടിൽ അമ്മായിമ്മ പോലും ഉണ്ടാവുകയില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ വേണ്ട മരുമകളെയല്ല, മകളെയാ. പെൺമക്കളില്ലാത്ത സങ്കടം കുറേ കാലമായിട്ട് കൊണ്ടുനടക്കുകയാണേ. അയാൾ ചിരിച്ചു. സ്നേഹിച്ച പെണ്ണ് നഷ്ടമായ വേദന ഉള്ളിലൊതുക്കി ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഇവൻ കുറേ കാലമായി അഭിനയിക്കുന്നു. വരദയെ എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടാൾ അകത്തിരുന്ന് കരയുമ്പോൾ തന്നെ ഞാൻ ഈ ആലോചന വരദയോടും മോഹനോടും പറഞ്ഞിരുന്നു. അവർക്ക് എതിർപ്പൊന്നുമില്ല. ഇനി പറയേണ്ടത് ഹിമമോളാ. കുട്ടിയുടെ ചേച്ചിയെ ഞങ്ങൾക്ക് തരുമോ? ഹിമ വരദയെ നോക്കി. അവൾ സമ്മതഭാവത്തിൽ പുഞ്ചിരിച്ചു. ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പം അതും ഓക്കെയാണ്. മോഹന, എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചുകൂടെ? ഈ 4 പിള്ളേരും 4 കുറയായില്ലേ, ഓരോ വിധത്തിൽ വിഷമിക്കുന്ന. ഇനിയെങ്കിലും ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ. ആ ഒരു ഉചിതമായ തീരുമാനം എടുക്കട്ടെ അനന്തേട്ടാ. അതെന്തായാലും എനിക്ക് സമ്മതം. എന്നാൽ നിങ്ങൾ രണ്ടാളും ഗൾഫിൽ പോകണോ വേണ്ടയോ തീരുമാനിക്കുക. ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം. അശ്വിൻ എഴുന്നേറ്റു. കൂടെ ഹിമയും. രണ്ടാളും മുറ്റത്തേക്ക് ഇറങ്ങി. റോഡിൽ നിന്ന് ഒരാൾ അവിടേക്ക് വന്നു. ബ്രോക്കർ അബ്ദു. അനന്തേട്ടാ, നിങ്ങളെന്താ ഇവിടെ? എൻ്റെ പരിചയക്കാരൻ അബ്ദു. കള്ളം പറയണ്ട, എനിക്ക് കമ്മീഷൻ തരാക്കാൻ വേണ്ടി നേരിട്ടുള്ള പരിപാടിയല്ലേ. നീ എന്താടാ പറയുന്നത്? 1 കൊല്ലം മുമ്പ് പെങ്ങടെ മോന് വേണ്ടി ഒരു പെണ്ണന്വേഷിക്കാൻ ഏൽപ്പിച്ച് ഓർക്കുന്നുണ്ടോ? പെണ്ണ് കാണാൻ വരാൻ വേണ്ടി ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു. അതിവിടുത്തെ ഇളയൂട്ടിയാ.
ജയകൃഷ്ണൻ വിശ്വാസം വരാതെ വാവൊളിച്ചിരുന്നു. പെണ്ണ് കാണാൻ വേണ്ടി കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങിയതാണ് അശ്വിൻ. അതേ പെണ്ണിന്റെ ദേഹത്ത് ബൈക്കിടിച്ച് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ സൗഹൃദം, പ്രണയം, അവിചാരിതമായ വേർപിരിയ, ഒടുക്കയിതാ അവരൊന്നിക്കുന്നു. ഹ, എത്ര വിചിത്രമാണ് ജീവിതം. നീ പേടിക്കേണ്ട അബ്ദു, ഇവിടുത്തെ 2 മക്കളെയും ഞാൻ കൊണ്ടുപോവാ. ആ സന്തോഷത്തിന് നോക്കൂലെങ്കിലും നിനക്ക് തരും, പോരെ? ഹാ, അത് മതി. ജയ, നിനക്ക് വരദമോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ചെല്ല്. രമ പറഞ്ഞപ്പോൾ ജയകൃഷ്ണൻ എഴുന്നേറ്റ് വരദയുടെ കൂടെ അകത്തേക്ക് നടന്നു. അവിടെ ചുമരിൽ അവിടെ ഹിമയുടെ അമ്മ നന്ദിനിയുടെ ചിത്രത്തിലേക്ക് ജയകൃഷ്ണൻ നോക്കി നിന്നു. അശ്വിൻ്റെ അമ്മ ലക്ഷ്മിയുടെ രൂപമാണ് അവന് ഓർമ്മ വന്നു. ഏകദേശം 2 ആൾ ഒരുപോലെയാണെന്ന് അവന് തോന്നി. അല്ലെങ്കിൽ അമ്മമാർക്കെല്ലാം ഒരേ മുഖമായിരിക്കും. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മനോഹരമായ മുഖം. ഒന്ന് നിശ്വസിച്ച ശേഷം അവൻ വരദയുടെ മുറിയിലേക്ക് കയറി.